പിന്നെ നമ്മൾ പറയുന്നത് അടുത്ത സ്റ്റേറ്റിലെ കാര്യമാണ്. ദാറ്റ് മീൻസ് ഈ ഒരു കണ്ടീഷനിൽ n0/n വരാവുന്ന കണ്ടൻസ്ഡ് കണ്ടീഷനാണല്ലോ, അവിടെ വരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിളുകളുടെ എണ്ണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് n0 = n - ne. neക്ക് നമ്മൾ തൊട്ട് മുമ്പ് കിട്ടിയ എക്സ്പ്രഷനാണ് എന്ത്, n × t/tc ⁻³ 3/2 അല്ലേ. n = n × t/tc ⁻³ ജസ്റ്റ് തൊട്ട് മുമ്പത്തെ പേജിൽ നിന്ന് നമുക്ക് വന്ന എക്സ്പ്രഷനാണ്. ഈ neക്ക് പകരം എന്ത് കൊടുക്കുക, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ n0 is the number of particles in the ground state, that is equal to n - n × t/tc ⁻³ 3/2. രണ്ടിൽ n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു n0/n is equal to 1 - t/tc ⁻³ 3/2. ഇനി നമുക്ക് ഇത് നോക്കിയാൽ നമുക്ക് ആ കർവ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. t 0 ആകുമ്പോൾ, ടെമ്പറേച്ചർ 0 ആകുമ്പോൾ n0/n 1 ആയിരിക്കും. ആ സമയത്ത് ne എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 25 26 നോക്കാം. ഓക്കെ. പിന്നെ ടിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് n0/n വാല്യൂ എന്താണ്, 1ൽ നിന്നും മൈനസ് അല്ലേ, 1ൽ നിന്ന് കുറഞ്ഞു വരാൻ തുടങ്ങും അല്ലെ. 0.9 0.8 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങും. അതേസമയം ടിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ന്റെ വാല്യൂ കൂടാൻ തുടങ്ങും. അങ്ങനെ ടിയും ടി സിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ വെൻ t is equal to tc, അപ്പോൾ t/tc എന്ന് പറയുന്നത് 1 ആയി, 1/2. അപ്പോൾ 1 - 1 എന്ന് പറയുന്നത് 0 ആയി. അപ്പോഴാണ് ഈ കർവിൽ ഈ ഒരു ഭാഗം വന്നത് ഇങ്ങനെ വന്ന് 0 ആയിട്ട് മാറും. അതേപോലെ യുടെ എക്സ്പ്രഷൻ നോക്കിയാൽ ടിയും ടി സി ഈക്വൽ ആയി കഴിഞ്ഞാൽ tc/tc 1/3/2 that is 1. അപ്പോൾ n is equal to n. അപ്പോൾ ne/n എന്ന് പറയുന്നത് 1 വാല്യൂ വരും അല്ല, 2 ഈക്വൽ ആയി കഴിഞ്ഞാൽ 1 ആവും. സോ ne/n എന്ന് പറയുന്നത് ഈ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. സോ ദിസ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ദ കർവ് ബിറ്റ്വീൻ ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ. ഇനി നെക്സ്റ്റ് സെഡും v/λ³ നമ്മളുടെ ഒരു കർവാണ്. ദാറ്റ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. എന്നാലും ജസ്റ്റ് ആ കർവ് ഒന്ന് വരച്ച് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, അത്ര അധികം ചോദിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല. എന്നാലും ജസ്റ്റ് ആ കർവ് ഒന്ന് നോക്കി വെക്കാൻ മാത്രം. സെഡിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ v/λ³, ദിസ് ദാറ്റ് മസ്റ്റ് നോട്ട് ദാറ്റ് എക്സ് ആക്സിസിൽ v/λ³ ആണ്. നിങ്ങളുടെ v/λ³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ne മാക്സിമത്തിൻ്റെ എക്സ്പ്രഷൻ നോക്കാം. ne മാക്സിമത്തിൻ്റെ എക്സ്പ്രഷൻ നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദാറ്റ് v/λ³ × θ എന്നാണ് വരിക. നിങ്ങളുടെ ഇക്വേഷൻ നോക്കുക, ne മാക്സിമം ഇക്വേഷൻ നമ്പർ 19. show that ne maximum is equal to ഈ h³/2πmkt ⁻³ 3/2 ആണ് എന്ത്, 1/λ³ അല്ലേ. അപ്പോൾ ദിസ് ഇസ് v/λ³ × θ of 3/2 എന്നാണ്. അപ്പോൾ v/λ³ is equal to ne maximum by θ of 3/2 എന്നല്ലേ വരിക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കർവിൽ ഇവിടെ 1/2.612 എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും തമ്മിലുള്ള വേരിയേഷനാണ് നമുക്ക് പറയാനുള്ളത്. Variation of pressure with temperature keeping V constant, that is n/n is equal to 1/λ³ × g 5/2 of z. ഇതൊരു ക്ലാരിറ്റി കുറവുണ്ട്. സോ ലുക്ക് അറ്റ് ദിസ് എക്സ്പ്രഷൻ. p/kt is equal to 1/λ³ × g 5/2 of z. ഓക്കെ. സെഡിൻ്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ g 5/2 of 1 വരും. ദാറ്റ് ഈസ് θ of 5/2 അല്ലേ. സെഡിൻ്റെ വാല്യൂ 1 കൊടുത്താൽ, സെഡിന് മാക്സിമം വാല്യൂ വരുന്നതാണ് 1 അല്ലേ. 1 കൊടുത്താൽ നമുക്ക് കിട്ടുക കറസ്പോണ്ടിങ് ആയിട്ടുള്ള g 5/2 ഓഫ് സെഡിൻ്റെ മാക്സിമം വാല്യൂ ആണ്. ദാറ്റ് ഈസ് θ of 5/2. θ of 3/2ൻ്റെ വാല്യൂ ആണ് 2.61 കേട്ടോ. θ of 5/2 is something different. സോ അത് ഈക്വലൻ്റ് ആയിട്ട് എഴുതരുത്. ദാറ്റ് ഈസ് θ of 5/2 ആണ് നമുക്ക് കിട്ടുക. when z is equal to 1 അല്ലേ. ഇനി p of t എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. എന്നിട്ട് ഇവരെന്താ ചെയ്തത്, kt/λ³, p/kt is equal to 1/λ³ of θ of 5/2 എഴുതിയിട്ടുള്ളത്. ഫ്രം ദാറ്റ് p is equal to kt/λ³ θ of 5/2. ഇത് ടെമ്പറേച്ചർ ലെസ് ദാൻ Tc എന്ന് പറയാനുള്ള കാരണം സെഡിൻ്റെ വാല്യൂ 1 ആണ്. സെഡിൻ്റെ വാല്യൂ 1 ആവുന്ന t വളരെ ചെറുതാകുമ്പോഴാണ്, or approximating into 0 അപ്പോഴാണ് വരുന്നത്. അപ്പോൾ യു ക്യാൻ say that p of t is equal to kt/λ³ θ of 5/2.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ അപ്പോൾ ഇത് ടി ലെസ് ദാൻ ടി സി അല്ലേ, ഇതേ ഫോർമാറ്റിൽ നമുക്ക് പ്രഷർ അറ്റ് ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ ടി സി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചറിൽ പ്രഷറിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പി ഓഫ് ടി സി ആണ് നമ്മൾ എഴുതുന്നത്, കെ ടി സി ബൈ ലാംഡ സി ക്യൂബ് സീറ്റ ഓഫ് 5/2 എന്ന് എഴുതാം. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഡ സി ഫ്രം ദിസ്, ഇവിടെ ഞാൻ സൈഡിൽ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്, കെ ടി സി ബൈ എച്ച് ക്യൂബ്, ലാംഡ ക്യൂബിൽ എച്ച് സ്ക്വയർ എച്ച് ബൈ എന്നല്ലേ, അപ്പോൾ ലാംഡ ക്യൂബ് ആകുമ്പോൾ എച്ച് ക്യൂബ് വരും. റൂട്ട് ഓഫ് 2πm KT ആണ് വരുന്നത്. അപ്പോൾ 2πm KT ഓൾവേസ് 3/2. ഇവിടെ ടിക്ക് പകരം ടി സി ആണ്, ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചറിലുള്ള കണ്ടീഷൻ ആയതുകൊണ്ടാണ് ടി സി എന്ന് പറയുന്നത് സീറ്റ ഓഫ് 5/2. ഓക്കെ, അപ്പം ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ അങ്ങനെ എഴുതിയത്. 2πm ബൈ എച്ച് സ്ക്വയർ ഓൾവേസ് 3/2. അപ്പോൾ 2πm റേസ് ടു 3/2 എന്ന് വരും. എച്ച് സ്ക്വയർ ഓൾവേസ് 3/2 എന്ന് പറഞ്ഞാൽ എച്ച് ക്യൂബ് അല്ലേ. അപ്പോൾ ഈ എച്ച് ക്യൂബിനെ ഉള്ളിലേക്ക് എടുത്ത പോലെയാണ് ചെയ്തത്. 2πm ബൈ എച്ച് സ്ക്വയർ ഓൾ റേസ് ടു 3/2. പിന്നെ ഇവിടെ ഒരു കെ ടി സി റേസ് ടു 3/2 ഉണ്ട്, പുറത്തൊരു കെ ടി സി ഉണ്ട് അല്ലേ. അപ്പോൾ കെ റേസ് ടു 3/2 ഇൻറ്റു കെ, ദാറ്റ് ഈസ് കെ റേസ് ടു 5/2 എന്ന് വരും. പിന്നെ ടി സി റേസ് ടു 3/2 ഇൻറ്റു ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി സി റേസ് ടു 5/2 എന്ന് വരും. അപ്പോൾ രണ്ടും കൂടി കെ ടി സി ഓൾ റേസ് ടു 5/2 എന്ന് മാറ്റി എഴുതിയിട്ട് സീറ്റ 5/2. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ പി ഓഫ് ടി എന്ന് പറയുന്നത് കെ ടി ബൈ ലാംഡ ക്യൂബ് സീറ്റ 5/2 ആണ്. പി ഓഫ് ടി സി എന്ന് പറയുന്നത് 2πm ബൈ എച്ച് സ്ക്വയർ ഓൾ റേസ് ടു 3/2 കെ ടി സി റേസ് ടു 5/2 സീറ്റ 5/2 എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ചെയ്യുന്നത് വീണ്ടും ഇവിടെ കെ ടി സി, ഇവിടെ ആക്ച്വലി ഇങ്ങനെ 5/2 എന്ന് എഴുതേണ്ട കാര്യമില്ല, ശരിക്കും സ്റ്റെപ്പ് ഒന്ന് തന്നെ പറയാവുന്നതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ പറഞ്ഞു പോയ സ്ഥിതിക്ക് ഇങ്ങനെ പറയാം. 2πm k, ഓക്കെ, 2πm k ബൈ എച്ച് സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ എഴുതുന്നതിനൊക്കെ പകരം ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, പി ഓഫ് ടി സി ഇക്വേഷൻ നമ്പർ 28 എന്ന് പറയുന്ന എക്സ്പ്രഷൻ ടെക്സ്റ്റിലുണ്ട്. പക്ഷേ ഇതൊന്നും ടെക്സ്റ്റിലില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ ഇതിൽ എഴുതിയത് കേട്ടോ. ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് കിട്ടും. ഇവിടെ നോക്കാം, 2πm k ഓൾ റേസ് ടു 3/2 അവിടെ നിൽക്കട്ടെ. കെ ടി സി അവിടെ ഉണ്ട്, അതും അങ്ങനെ നിന്നു. കെ ടി സി 2πm k ഓൾ റേസ് ടു 3/2 എച്ച് സ്ക്വയർ അങ്ങനെ എഴുതിക്കോളൂ. 2πm k ബൈ എച്ച് സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഇത് ക്ലിയർ അല്ലേ? 2πm k ബൈ എച്ച് സ്ക്വയർ ഓൾ റേസ് ടു 3/2 എന്നാൽ 2πm k ഓൾ റേസ് ടു 3/2 ബൈ എച്ച് ക്യൂബ്. ഇവിടെ ടി സി റേസ് ടു 3/2 ഉണ്ട്, അത് ഞാൻ അങ്ങനെ എഴുതി, ടി സി റേസ് ടു 3/2. പിന്നെ പുറത്ത് കെ ടി സി എന്ന് പറയുന്നൊരു എക്സ്പ്രഷൻ ഉണ്ട്, അത് അങ്ങനെ തന്നെ എഴുതി. സീറ്റ 5/2 ഉണ്ട്. ഓക്കെ, അതിവിടെ അതേപോലെ തന്നെ നോക്കുന്നുണ്ട്. ഇനി ടി സി റേസ് ടു 3/2 നമ്മൾ തൊട്ടുമുമ്പത്തെ കണ്ടൻസേഷൻ, ബോസൺസിൻ്റെ കണ്ടൻസേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ പറയുമ്പോൾ ടി സി റേസ് ടു 3/2 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു അല്ലേ. ആ എക്സ്പ്രഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദാറ്റ് എക്സ്പ്രഷൻ. ടി സി ഈസ് ഈക്വൽ ടു എന്നാണ് നമ്മൾ എഴുതിയിട്ടുണ്ടാവുക. ടി സി ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ 2πm k n ബൈ വി സീറ്റ ഓൾ റേസ് ടു 2/3. നമുക്ക് വേണ്ട എന്താ? ടി സി റേസ് ടു 3/2. ടി സി റേസ് ടു 3/2 എന്ന് പറയുമ്പോൾ ഓൾ റേസ് ടു 3/2 എടുക്കുക, ഇതിൻ്റെ മൊത്തം ഓൾ റേസ് ടു 3/2 എടുക്കുക. അപ്പോൾ എച്ച് സ്ക്വയർ ഓൾ റേസ് ടു 3/2 എന്നാൽ എച്ച് ക്യൂബ് എന്ന് വരും. 2πm k ഓൾ റേസ് ടു 3/2 എന്ന് വരും. ഇതിൻ്റെയൊക്കെ പവർ പോകും. n ബൈ വി സീറ്റ ഓഫ് 3/2 അല്ലേ. ദാറ്റ് ഈസ് written like this. 2πm k by h square all raised to 3/2. tc raised to 3/2 ന് പകരം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ചെറുതായിട്ട് എഴുതിയില്ല. h square by 2πm k all raised to 3/2 n by v theta of 3/2. ഈ tc raised to 3/2 ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. h square by 2πm k all raised to 3/2 n by v theta 3/2 into theta of 5/2. ഓക്കെ, അപ്പോൾ ഇതിൽ എച്ച് സ്ക്വയർ ബൈ 2πm k ഓൾ റേസ് ടു 3/2 ഇവിടെ ഉണ്ട്. ഇവിടെ 2πm k ബൈ എച്ച് സ്ക്വയർ ഓൾ റേസ് ടു 3/2 ഉണ്ട്.
നമുക്കത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ. എച്ച് സ്ക്വയർ റേസ് ടു 3/2 ഇവിടെ ഉണ്ട്, എച്ച് സ്ക്വയർ റേസ് ടു 3/2 ഇവിടെ ഡിനോമിനേറ്ററിലുണ്ട്, അത് ക്യാൻസൽ ചെയ്തു. 2πmk റേസ് ടു 3/2 ഇവിടെ ഉണ്ട്, 2πmk റേസ് ടു 3/2 എന്ന് പറയുന്നത് ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്. സോ ഇത് രണ്ടും ഇത് മൊത്തമായിട്ട് ക്യാൻസൽ ചെയ്തു പോയി. ടി സി റേസ് ടു 3/2 ഈ ടേമുകളും ഇതും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ഇവിടെ ഉള്ളത് n/v സീറ്റ ഓഫ് 3/2 ഉണ്ട്, ഇവിടെ KTC സീറ്റ ഓഫ് 5/2 ഉണ്ട്. അതാണ് നമ്മളിവിടെ പി ഓഫ് ടി സി ആയിട്ട് എഴുതിയില്ല. n/v KTC, n ന്യൂമറേറ്ററിലുണ്ട്, KTC ന്യൂമറേറ്ററിലുണ്ട്, പിന്നെ v താഴത്താണ് ഇവിടെ എഴുതി, പിന്നെ സീറ്റ ഓഫ് 5/2 ബൈ സീറ്റ ഓഫ് 3/2. ഓക്കെ ആണോ? 5/2 ബൈ സീറ്റ ഓഫ് 3/2 അല്ല ഇവിടെ വന്നത്. ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.51 ആണ് വരുന്നത്. 0.5134 NKT/v. ഓക്കെ, സോ ഇത് ചെക്ക് ചെയ്താൽ നമുക്ക് കാണുക PV is equal to NKT എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. PV is equal to NKT അല്ലേ? അത് എന്ത് കണ്ടീഷനായിരുന്നു? ക്ലാസിക്കൽ ബോൾട്ട്സ്മാനിയൻ ഫംഗ്ഷനാണ് PV is equal to NKT. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലൊക്കെ വരുന്ന ഇക്വേഷൻ PV is equal to NKT. ഇവിടെ ശരിക്കും എന്താ? PV is equal to half NKT എന്നല്ലേ വരുന്നത്. 0.51 is approximately equal to half അല്ലേ? അപ്പോൾ ഇതിൽ പറയുന്നതാണ് the pressure of an ideal Bose gas at transition temperature. Transition temperature ആണ് characteristic temperature. It's also known as transition temperature കേട്ടോ. ഈ വേർഡ് ഉപയോഗിക്കാറുണ്ട്, transition temperature. The pressure of an ideal gas at transition temperature is about 1/2 of that of equivalent Boltzmannian gas. Equivalent Boltzmannian gas ആണ് classical gas. Classical ഗ്യാസിൽ PV is equal to NKT ആണ്. ഇവിടെ ഐഡിയൽ ബോസ് ഗ്യാസിൽ PV is equal to is approximately equal to half NKT ആണ്. That means പ്രഷർ ഐഡിയൽ ബോസ് സിസ്റ്റത്തിലെ പ്രഷർ എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലെ പ്രഷറിൻ്റെ പകുതിയായിരിക്കും. ദാറ്റ് ഈസ് ദ ടേം ദാറ്റ് വി ഹാവ് ഒബ്റ്റെയിൻഡ്. ആൻഡ് ഇതിലൊരു കർവ് വരച്ചിട്ടുണ്ട്. ഈ കർവ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കർവല്ല. ദിസ് ഇസ് ദ വേരിയേഷൻ ഓഫ് PV/NKT. ദാറ്റ് ഈസ് എനർജിയുടെയും T/Tc നമ്മളുള്ള വേരിയേഷൻ്റെ ഒരു കർവാണുള്ളത്. ഇതിൽ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളതാണ് ക്ലാസിക്കൽ സിസ്റ്റം. PV is equal to NKT അല്ലേ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടുക എന്ന് പറയുന്ന കണ്ടീഷൻ. ദാറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ഒറിജിൻ. അതാണ് ക്ലാസിക്കൽ കണ്ടീഷൻ. ട്രാൻസിഷൻ ലൈൻ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ലൈൻ. അവിടെ നിന്ന് പോകും തോറും ഈ ട്രാൻസിഷൻ ലൈൻ വരെ അറ്റ്ലീസ്റ്റ് അപ് ടു T is equal to TC വരെ, T equal to TC വരെ ട്രാൻസിഷൻ ലൈനും പിന്നെ നമ്മുടെ ആക്ച്വൽ വാല്യൂ ബോസ്-ഐൻസ്റ്റീൻ ബോസ് ഗ്യാസിൻ്റെ പ്രഷറിൻ്റെ PV/NKTയുടെ വാല്യൂ. PV/NKTയുടെ വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. PV/NKTയുടെ വാല്യൂ ട്രാൻസിഷൻ ലൈൻ വരെ ഈക്വൽ, രണ്ടും ട്രാൻസിഷൻ ലൈനിലും ബോസ് ഗ്യാസിലും T equal to TC വരെ രണ്ടും ഒരേപോലെയാണ് പോകുന്നത്. T equal to TC കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ലൈനിൽ നിന്നും മച്ച് ഡീവിയേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ട്രാൻസിഷൻ ലൈൻ നേരെ മുകളിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഡീവിയേറ്റഡ് മച്ച്. ഇത് എല്ലാം ബോസ്-ഐൻസ്റ്റീൻ്റെ കർവാണ്. ഇവിടെ ഇതുവരെ 0 മുതൽ ഈ 1 വരെയുള്ള സ്ഥലത്ത് ട്രാൻസിഷൻ ലൈനും ബോസ്-ഐൻസ്റ്റീൻ ലൈനും ഈക്വലൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഈ ട്രാൻസിഷൻ ലൈൻ T equal to TC equal to 1, T equal to TC എന്നുള്ള ലൈൻ കഴിഞ്ഞാൽ T/TC equal to 1 എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ട്രാൻസിഷൻ ലൈനിൽ ഇങ്ങനെയാണ് പോകുന്നത്. മറ്റേതാണെങ്കിൽ കുറച്ചുകൂടി ഡീവിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ആൻഡ് ഹയർ ടെമ്പറേച്ചർ വളരെ കൂടുന്തോറും കൂടുന്തോറും എന്താ സംഭവിക്കുക? ക്വാണ്ടം നേച്ചർ നഷ്ടപ്പെട്ട് ക്ലാസിക്കൽ നേച്ചറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അസിംപ്റ്റോട്ടിക്കലി ദിസ് actual value curve for actual value of Bose-Einstein or ideal Bose gas will asymptotically meets the classical line. ഈ ക്ലാസിക്കൽ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. സോ അസിംപ്റ്റോട്ടിക്കലി ദാറ്റ് മീൻസ് ഇൻഫിനിറ്റിയിലേക്ക് എത്തുമ്പോഴേക്കും ഈ ലൈനുകളൊക്കെ മീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് കർവ് ജസ്റ്റ് ഈ കർവ് ഒന്ന് വരച്ച് വെച്ചാൽ മതി. ഈ എക്സ്പ്ലനേഷനും ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രഷറിൻ്റെ വേരിയേഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുള്ളത് specific heat capacity, how this
is getting. ഇപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ എക്സ്പ്രഷൻ CP ഒക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ജനറലി കോൺസ്റ്റൻറ്റ് വോള്യൂമാണ് കോമൺ ആയിട്ട് നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നത്. കാരണം അത് ഏത് എൻസെമ്പിൾ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നത് വോള്യൂം കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ CV എന്ന് പറയുന്ന കണ്ടീഷനാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. യു നോ വാട്ട് ഈസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? CV is equal to നമ്മൾ എന്താ എഴുതാറ്? ∂U/∂T ആണ്. CV is equal to ∂U/∂T ആണ്. ഇന്റേണൽ എനർജി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇന്റേണൽ എനർജി ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ∂U/∂T. പിന്നെ നമ്മൾ ഇതിൽ തുടങ്ങിയ സമയത്ത് ടെമ്പറേച്ചർ വളരെ കൂടുതലാവുമ്പോൾ യുവും പ്രഷറും തമ്മിലുള്ള റിലേഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് കഴിഞ്ഞ ദിവസം എടുത്തതിലാണ് വരുന്നത്. പ്രഷറും ഇന്റേണൽ എനർജിയും തമ്മിലുള്ള ഒരു റിലേഷൻ. യു ക്യാൻ സീ ദാറ്റ് P is equal to 2/3U. PV is equal to 2/3U അല്ലെങ്കിൽ P is equal to 2U/3V എന്ന് പറയുന്ന റിലേഷൻ. ഫ്രം ദിസ് U is equal to നമുക്ക് എഴുതാം 3/2 PV എന്ന് എഴുതി കൂടെ. 3 ഇങ്ങോട്ട് വന്നു, 2 ഇങ്ങോട്ട് വന്നു, അപ്പോൾ 3/2 ആയി. V ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ PV അല്ലേ. അപ്പോൾ 3/2 PV എന്നുള്ള ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇത് മാറ്റാണ് ചെയ്യുന്നത്. You can see that 3/2 PV ഞാൻ എഴുതിയിട്ടില്ല ആ സ്റ്റെപ്പ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. CV is equal to ∂U/∂T ആണ്. or ∂by∂T of യുവിന് പകരം 3/2 PV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, now PV is equal to എന്താ? PV is equal to നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിലേക്ക് പോവുക. അവിടെ നിന്ന് നോക്കിയാൽ മതി. ഫ്രം ദിസ്, നോട്ട് എക്സാക്ട്ലി ദിസ് ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചറിൻ്റെ എക്സ്പ്രഷനാണ്. എന്നാലും നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ അല്ലാത്ത കണ്ടീഷൻ ആണെങ്കിൽ എന്താ പറയുക നോക്കി കഴിഞ്ഞാൽ അതായിട്ട് PV ഇങ്ങോട്ട് വന്നു അല്ലേ. V ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? PV is equal to NKT. ഇവിടെ നിന്നും ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ അല്ല എന്ന് വിചാരിക്കുക. അതുപോലെ സീറ്റ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ എപ്പോഴാവുന്നത്? സെറ്റിൻ്റെ വാല്യൂ മാക്സിമം 1 വരുമ്പോഴാണ് അല്ലേ. ജനറൽ കണ്ടീഷനിൽ ഇവിടെ എന്താ പറയുക? G5/2 അല്ലേ. G5/2 ഓഫ് സെറ്റ് എന്ന് വരും. ഇതാണെങ്കിൽ G3/2 ഓഫ് സെറ്റ് എന്ന് വരും. ജനറലി സെറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ മാത്രമാണ് സീറ്റ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത്. അല്ലാത്ത കണ്ടീഷനിൽ G എന്നുള്ള റെപ്രസെൻറ്റേഷൻ G5/2 ഓഫ് 1 ആണിത്. സോറി, G5/2 ഓഫ് സെറ്റ് ആണിത്. ആൻഡ് ദിസ് ഇസ് G3/2 ഓഫ് സെറ്റ്. അതേപോലെ ടെമ്പറേച്ചർ ജനറലി T എന്ന് മാത്രം കൊടുക്കുക. അപ്പോൾ PV ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? NKT ഇൻറ്റു G5/2 ഓഫ് സെറ്റ് ബൈ G3/2 ഓഫ് സെറ്റ് എന്ന് എഴുതാം അല്ലേ. PV ഈസ് ഈക്വൽ ടു NKT ഇൻറ്റു G5/2 ഓഫ് സെറ്റ് ബൈ G3/2 ഓഫ് സെറ്റ്. ഓക്കെ, അപ്പോൾ CV ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതുന്നത് എന്തായിരിക്കും? CV ഈസ് ഈക്വൽ ടു ∂by∂T ഉണ്ട്, പിന്നെ 3/2 വരുന്നുണ്ട്. ∂by∂T ഉണ്ട്, 3/2 എന്ന് വരുന്നുണ്ട്. PVക്ക് പകരമാണ് നമ്മൾ എന്ത് പറയുന്നത്? NKT ഇൻറ്റു G5/2 ഓഫ് സെറ്റ് ഇൻറ്റു G3/2 ഓഫ് സെറ്റ് അല്ലേ. അപ്പോൾ NKT ആണ്. അപ്പോൾ NKയും കൂടി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ N എന്താ? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കുലർ, K ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. അത് രണ്ടും വിത്ത് റെസ്പെക്ട് ടു T ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല. ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് വിചാരിക്കുക. ടോട്ടൽ നമ്പറാണ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ദാറ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് ടേക്ക് ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ CV/NK എന്ന് കിട്ടും അല്ലേ. CV/NK is equal to ∂by∂T of 3/2 T into G5/2 offset by G3/2 offset. ഓക്കെ, ക്ലിയർ അല്ലേ? ആ എക്സ്പ്രഷൻ ഞാൻ ലാസ്റ്റ് എക്സ്പ്രഷൻ മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. ബാക്കി വന്ന സ്റ്റെപ്പുകളൊന്നും ശ്രദ്ധിക്കുക. എന്തായിരുന്നു പറഞ്ഞത്? CV is equal to ∂U/∂T ആണ്. U എന്ന് പറയുന്നത് 3/2 PV ആണ്. PV is equal to എന്താണ്? NKT into G5/2 offset by G3/2 offset ആണ്.
Okay, so from that CV by nk is equal to dou by dou t of 3 by 2t into g5 by 2 offset by g3 by 2 offset. Clear അല്ലേ? Now t യുടെ വാല്യൂ ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കാം. t is equal to infinity. What is lambda? ലാംഡയുടെ എക്സ്പ്രഷൻ എന്താ? h by root of 2 pi m kt. എന്നത് എഴുതിയിട്ടില്ല കേട്ടോ, ഈ സ്റ്റെപ്പ് പറയുന്ന സ്റ്റെപ്പ് എഴുതിയിട്ടില്ല. യു ഹാവ് ടു ബി കെയർഫുൾ. t tends to infinity and lambda is equal to h by root of 2 pi m kt അല്ലേ? അപ്പോൾ t ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ h by root of 2 pi m k into ഇൻഫിനിറ്റി വരും. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ടൈം വരുന്നു. ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ ലാംഡ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും അല്ലേ? ലാംഡ 0 ആയിട്ട് മാറും. ലാംഡ 0 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് സി വി? ലാംഡ 0 ആവുന്ന കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ലാംഡ 0 ആവുന്ന ടെമ്പറേച്ചർ ഇൻഫിനിറ്റി ആവുമ്പോൾ, ടെമ്പറേച്ചർ ഇൻഫിനിറ്റി ആകുമ്പോൾ ലാംഡ 0 ആവും. അപ്പോൾ ടെമ്പറേച്ചർ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിളിൻ്റെയൊക്കെ നേച്ചർ എന്തായിട്ട് മാറും? ടെമ്പറേച്ചർ വളരെ കൂടിക്കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കിൾ ആണെങ്കിലും അത് അതിൻ്റെ ക്ലാസിക്കൽ പാർട്ടായിട്ട് മാറും. ക്ലാസിക്കൽ നേച്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് നമുക്ക് കിട്ടുന്നൊരു എക്സ്പ്രഷൻ ഉണ്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക്. ഡോ ബൈ ഡോ ടി ഓഫ് യു, യു എന്ന് പറഞ്ഞാൽ 3/2 NKT ആണ്. ടിയും ടിയും ക്യാൻസൽ ചെയ്യും. വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. 3/2 NK എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ ടി ആണ്. ക്ലാസിക്കൽ കണ്ടീഷനാണ് ടി ഇൻഫിനിറ്റി ആവാന്ന് പറഞ്ഞാൽ ആ കണ്ടീഷനിൽ ക്ലാസിക്കലി ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പ്രഷൻ 3/2 NKT ആണ്. 3/2 ഇൻറ്റു ക്യാപിറ്റൽ N ഇൻറ്റു സ്മോൾ k ഇൻറ്റു ടി. 3/2 NK കോൺസ്റ്റൻ്റ് ആണ്. ഡോ ബൈ ഡോ ടി ഓഫ് ടി, ഡോ ബൈ ഡോ ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി വി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ടാ 3/2 NK ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ സി വി ബൈ NK എന്താ വരിക? 3/2 അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ ഇൻഫിനിറ്റി ആകുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് വരുന്ന വാല്യൂ സി വി ബൈ NK, സി വി ഇസ് ഈക്വൽ ടു 3/2 NK ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് വരുന്ന വാല്യൂ 3/2 NK ആണ്. സി വി ബൈ NK എന്ന് എഴുതുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3/2 ഓർ 1.5. ഇനി ടിയുടെ വാല്യൂ ഇൻഫിനിറ്റി അല്ല, എന്നാൽ ഗ്രേറ്റർ ദാൻ ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്കുക, ഇവിടെ ജിയുടെ എക്സ്പ്രഷനിൽ G5/2 ഓഫ്സെറ്റ് ഉണ്ട്, G3/2 ഓഫ്സെറ്റ് ഉണ്ട്. G5/2 ഓഫ്സെറ്റിൻ്റെ എക്സ്പാൻഷൻ എന്താ വരിക? ജി ന്യൂ ഓഫ്സെറ്റിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ എന്താ പറഞ്ഞത്? Z പ്ലസ് Z²/2 ന്യൂ പ്ലസ് Z³ ന്യൂ പ്ലസ് Z⁴/4 ന്യൂ അങ്ങനെയാണ് പറയുന്നത് അല്ലേ? പ്ലസ് എക്സെട്ര. ഇവിടെ ന്യൂവിൻ്റെ സ്ഥാനത്തുള്ളത് 5/2 അല്ലേ? അപ്പോൾ Z പ്ലസ് Z²/2⁵ പ്ലസ് Z³ പ്ലസ് എക്സെട്ര എന്നുള്ളതാണ് ന്യൂമറേറ്ററിൽ വരിക. ഡിനോമിനേറ്ററിലാണെങ്കിൽ Z പ്ലസ് Z²/2⁵ പ്ലസ് Z³ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പാൻഷനാണ് പോകും. ഇവിടെ Z എന്ന് പറയുന്നത് എന്താ? ഫ്യൂഗാസിറ്റി ആണ്. Z ഈസ് ഈക്വൽ ടു e⁻μ/kT ആണ് അല്ല, μ/kT ആണ്. അപ്പോൾ അവിടെയും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്, ദിസ് ടെമ്പറേച്ചർ ഈസ് നോട്ട് ഇൻഫിനിറ്റി. ആ സമയത്ത് സി വിയുടെ വാല്യൂ 3/2 NKനേക്കാളും കൂടുതലായിരിക്കും. സി വിയുടെ വാല്യൂ 3/2 NKനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, നൗ ടി ഈസ് ഈക്വൽ ടു ടി സി എന്നുള്ള കണ്ടീഷനും ടി ലെസ് ദാൻ ടി സി എന്ന് പറയുന്ന കണ്ടീഷനാണ് നമുക്ക് നോക്കാറുള്ളത്. ടിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ടി സി വന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ആകുമ്പോൾ സി വിക്ക് അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 NK. ടി ഈസ് ഗ്രേറ്റർ ദാൻ ടി സി ബട്ട് ടി ഈസ് നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി. ടി ഇൻഫിനിറ്റി അല്ല, പക്ഷേ ഗ്രേറ്റർ ദാൻ ടി സി ആണ്. അപ്പോൾ സി വിയുടെ വാല്യൂ എന്ന് പറയുന്നത് ലാർജർ ദാൻ ഇറ്റ്സ് ലിമിറ്റിംഗ് വാല്യൂ
ഓക്കെ. നൗ ടി ഈസ് ഈക്വൽ ടു ടി സി എന്ന് പറയുന്ന കണ്ടീഷനും ടി ലെസ് ദാൻ ടി സി എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് ടി ലെസ് ദാൻ ടി സി എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ നോക്കാം. ദിസ് കണ്ടീഷൻ ടി ലെസ് ദാൻ ടി സി എന്ന് പറഞ്ഞാൽ ബോസ് ആൻഡ് കണ്ടൻസേഷൻ നടക്കുന്ന സമയത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ടി ലെസ് ദാൻ ടി സി. നമുക്കറിയാം സി വി ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോ യു ബൈ ഡോ ടി ആണ്. യു എന്ന് പറയുന്നത് 3/2 പി വി ആണ്. അപ്പോൾ സി വി ബൈ എൻ കെ എന്നാണ് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത് ബൈ എൻ കെ വന്നിട്ടുള്ളത് കേട്ടോ. 3/2 ഡോ ബൈ ഡോ ടി ഓഫ് പി വി ബൈ എൻ കെ, റൈറ്റ് സൈഡിൽ എഴുതിയ എക്സ്പ്രഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സി വി ബൈ എൻ കെ ഇസ് ഈക്വൽ ടു 3/2 ഡോ ബൈ ഡോ ടി ഓഫ് പി വി ബൈ എൻ കെ. ആൻഡ് പി ഇസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞു പി ഇസ് ഈക്വൽ ടു കെ ടി ബൈ ലാംഡ ക്യൂബ് സീറ്റ ഓഫ് 5/2. ഓക്കെ, നൗ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡോ ബൈ ഡോ ടി ഓഫ് പിക്ക് പകരം കെ ടി ബൈ ലാംഡ ക്യൂബ് സീറ്റ ഓഫ് 5/2, പിന്നെ വി ഉണ്ട് ബൈ എൻ കെ ഉണ്ട്. ഓക്കെ, 3/2 ഉണ്ട് പുറത്ത്. ഓക്കെ, കെ ടി ബൈ ലാംഡ ക്യൂബ് ബൈ എൻ കെയിലൊരു കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ കെകൾ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ടി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻസിയേഷൻ, സോ ദിസ് ഇസ് എ വേരിയബിൾ. ലാംഡ എന്ന് പറയുന്നതിലും ടി ഉണ്ട്, h/√2πn/kt ആണ്. അപ്പോൾ ലാംഡയിലും ടി ഉണ്ട്, അപ്പോൾ അതും കോൺസ്റ്റൻ്റ് അല്ല, അതും വേരിയബിൾ ആയിരുന്നു നിൽക്കുന്നത്. സോ അതിനെ അവിടെ തന്നെ നിർത്തുക. സീറ്റ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. കാരണം സീറ്റ 5/2 എന്ന ഒരു സിംഗിൾ വാല്യൂ ആണ്. നമ്മൾ നേരത്തെ തന്നെ പറയുമ്പോൾ 1.3 സംതിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ സീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. വോളിയം വി കോൺസ്റ്റൻ്റ് ആണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾ n കോൺസ്റ്റൻ്റ് ആണ്. കെ ക്യാൻസൽ ചെയ്ത് പോയി കേട്ടോ. അപ്പോൾ 3/2 ഉണ്ട്, ഇവിടെയുള്ള വി ബൈ എൻ പുറത്തേക്ക് വന്നു, സീറ്റ 5/2 പുറത്തുണ്ട്. ബാക്കി ഡോ ബൈ ഡോ ടി ഓഫ് ടി ബൈ ലാംഡ ക്യൂബാണുള്ളത്. ലാംഡ ക്യൂബിന് നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലാംഡ ഈക്വൽ ടു h/√2πmk എന്നുള്ളതാണ്, ക്യൂബ് 2πmkt എന്നുള്ളതാണ്. അപ്പോൾ ടി മാത്രമല്ല അതിൽ ഡിപ്പെൻഡിങ് ഫാക്ടർ ആയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ പുറത്ത് ഓൾറെഡി 3/2 ഉണ്ട്. എൻ ബൈ വി ആണ് സ്മോൾ വി എന്ന് പറയുന്നത്, ഒരു വി ബൈ എൻ എന്ന് പറഞ്ഞാൽ 1/n. ഓക്കെ, 1/n എന്നുള്ള ഫോമിൽ നമ്പർ ഡെൻസിറ്റിയുടെ ഇൻവേഴ്സ് വി ബൈ എൻ ഇസ് ഈക്വൽ ടു പാർട്ടിക്കിൾ ഡെൻസിറ്റി. എൻ ബൈ വി ആണ് പാർട്ടിക്കിൾ ഡെൻസിറ്റി സ്മോൾ എൻ അല്ലേ. അപ്പോൾ വി ബൈ എൻ എന്ന് പറഞ്ഞാൽ 1/n ആക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. സീറ്റ 5/2 അവിടെ കിടക്കുന്നുണ്ട്. ഡോ ബൈ ഡി ബൈ ഡി ടി ഓഫ് 2πmk/h² all raised to 3/2. അത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ. 2πmk/h² all raised to 3/2. പിന്നെ ഇവിടെ ഒരു ടി റേസ് ടു 3/2 ഉണ്ട്. പിന്നെ ഓൾറെഡി ഇവിടെ പുറത്ത് കെ ടിയുടെ കൂടെയുള്ള ഒരു ടി ഉണ്ട് അല്ലേ. അപ്പോൾ ടി റേസ് ടു 5/2 ആയിട്ട് നമുക്ക് എഴുതാം. ക്ലിയർ. അപ്പോൾ ഇതിലെ 3/2 1/n പകരമാണ് നമ്മൾ സ്മോൾ വി എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് സ്മോൾ വി ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. വി ബൈ എൻ ഇസ് ഈക്വൽ ടു സ്മോൾ വി. സീറ്റ 5/2 ഉണ്ട്. 2πmk/h² all raised to 3/2 ഉണ്ട്. അതും ഡിഫറൻസിയേഷൻ്റെ പുറത്തേക്ക് വന്നു. ടി റേസ് ടു 5/2 വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് റേസ് ടു എന്നിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്, n ഇൻറ്റു എക്സ് റേസ് ടു n-1. അപ്പോൾ ഇവിടെ 5/2 ഇൻറ്റു ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ടി ആണുള്ളത്. ടി റേസ് ടു 5/2 - 1 ദാറ്റ് ഈസ് 3/2. 2 ഒന്ന് കുറയ്ക്കാം, ദാറ്റ് ഈസ് 1/2 അല്ലേ. അപ്പോൾ കിട്ടിയത് നോക്കാം. 3/2 വി സീറ്റ 5/2 2πmk/h² all raised to 3/2 into 5/2 t raised to 3/2. Okay, 5 into 3 15 and 2 into 2 4. So 15/4 ആക്കി. സ്മോൾ വി ഉണ്ട്. സീറ്റ 5/2 ഉണ്ട്. This is again h/2/2πmkt all raised to 3/2. h²/2πmkt all raised to 3/2. അപ്പോൾ ലാംഡ സ്ക്വയർ റേസ് ടു 3/2 എന്നാണ് വരിക. 1/λ² all raised to 3/2 എന്നാണ് വരിക. ദാറ്റ് ഇസ് 1/λ³. അപ്പോൾ സി വി ബൈ എൻ കെ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ എന്താണ്, 15/4 വി സീറ്റ 5/2 1/λ³. ദാറ്റ് ഇസ് റിട്ടൺ ആസ് ഇക്വേഷൻ നമ്പർ 13. ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം നമ്മൾ ടെക്സ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് വന്ന വഴിയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. സി വി ബൈ എൻ കെ ഇസ് ഈക്വൽ ടു 15/4 സീറ്റ 5/2 v/λ³. ക്ലിയർ. ഇതാണ്
ഏത് ടെമ്പറേച്ചറിൽ? ടി ലെസ് ദാൻ ടി സി ആകുമ്പോൾ, ലെസ് ദാൻ ടി സി ആകുമ്പോൾ 5/2 V/λ³ ദാറ്റ് ഈസ് ഫ്രം ദിസ് ഇക്വേഷൻ. ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ 3/2 × 5/2 എന്നുള്ള 15/4 ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. V/n ഒരു സ്മോൾ വിക്ക് പകരം V/n എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ V/n എഴുതുന്ന ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്മോൾ v is equal to V/n. സീറ്റ 5/2 ഉണ്ട്, ദാറ്റ്സ് ഓക്കെ. സീറ്റ 5/2 2πmk/s² all raised to 3/2 അത് നമ്മൾ അങ്ങനെ എഴുതി. പിന്നെ ഇവിടെ ഉള്ളത് TC raised to അല്ലെങ്കിൽ T raised to 3/2 ആണ്. ഇവിടെ ടിക്ക് പകരം എന്താ കൊടുക്കേണ്ടത്? TC അല്ലേ. അപ്പോൾ നമ്മൾ TC raised to 3/2 എന്നാക്കി. ആൻഡ് TC raised to 3/2 നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. TC raised to 3/2 എക്സ്പ്രഷൻ നമ്മൾ ജസ്റ്റ് മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. h² 2πmk all raised to 3/2 n/v സീറ്റ 3/2. n/v എന്നും ഇവിടെ V/n എഴുതാനുള്ള കാരണം അതാണ്. സ്മോൾ വിക്ക് പകരം V/n എഴുതാനുള്ളതാണ്. n/v ഉണ്ട്, ഇവിടെ V/n ഉണ്ട്. സോ ദാറ്റ് ക്യാൻസൽഡ്. ഇവിടെ 2πmk/s² all raised to 3/2 h² 2πmk all raised to 3/2 അതും ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. ബാക്കിയുള്ളത് 15/4 സീറ്റ 5/2 സീറ്റ 3/2. സീറ്റ 5/2 സീറ്റ 3/2 ഒക്കെ വാല്യൂസ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ആ വാല്യൂ നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീറ്റ 5/2 1.34 ആണ്. സീറ്റ 3/2 2.6 ആണ്. ദാറ്റ് ഈസ് 0.5, ഓൾമോസ്റ്റ് 0.5 ആണ് നമ്മൾ ഈ വാല്യൂ നമ്മൾ പറഞ്ഞത് അല്ലേ. 0.51 എന്നിട്ട് തൊട്ട് മുമ്പ് ഇക്വേഷൻ നമ്പർ 29 നോക്കിയാൽ നമുക്ക് കിട്ടുമല്ലോ. സീറ്റ 5/2 സീറ്റ 3/2 that is 0.5134, approximately 0.5134 ആണ് ഈ വാല്യൂ വരുന്നത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണിത് 1.925. ഓക്കെ, 1.925 ആണ് T equal to TC എന്ന് പറയുന്ന കണ്ടീഷനിൽ CV/NKയുടെ വാല്യൂ. ഇവിടെയോ T less than TCയിൽ നമുക്കൊരു വാല്യൂ ഉണ്ട്. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ടെമ്പറേച്ചർ അല്ലേ. T less than TC ആണ്. ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞൊരു ടെമ്പറേച്ചറാണ് വരുന്നത്. സീറ്റ 5/2 വാല്യൂ ഉണ്ട് 1.3 സംതിങ് അല്ലേ. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദാറ്റ്. അതേപോലെ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. T equal to 0 എന്ന് പറയുന്ന കണ്ടീഷൻ, അബ്സല്യൂട്ട് 0. അത് നമ്മൾ എഴുതിയിട്ടില്ല, ഇതിൽ എഴുതിയിട്ടില്ല. അബ്സല്യൂട്ട് 0 എന്ന ടെമ്പറേച്ചർ എത്രയാണ്? 0 കെൽവിനാണ് അല്ലേ. 0 കെൽവിൻ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഇൻറ്റേർണൽ എനർജി 0 ആയിരിക്കണം. സോ ഇൻറ്റേർണൽ എനർജി അതിൻ്റെ മിനിമം അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താ കിട്ടുക? കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ 0 തന്നെ T വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ∂U/∂T അല്ലേ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും when T is equal to 0. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അബ്സല്യൂട്ട് 0ൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 0 ആണ്. T less than TC ആകുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി have a value that is equal to 15/4 സീറ്റ 5/2 V/λ³. ഓക്കെ, ഇനി T equal to TC ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? T equal to TC ആകുമ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്ക് കിട്ടി 1.925. നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. 15/4 × സീറ്റ 5/2 സീറ്റ 3/2. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.925. ഓക്കെ, T greater than TC ആകുമ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞത് എക്സ്പ്രഷൻ എന്തായിരുന്നു? ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, T equal to ഇൻഫിനിറ്റി ആകുമ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? CV അത് ഏത് വാല്യൂയിലേക്ക് എത്തും? CV/NK ഏത് വാല്യൂയിലേക്ക് എത്തുന്നതാണത്? 3/2 NK അല്ലെങ്കിൽ CV/NK is equal to 3/2 1.5 അല്ലേ. ഈ കർവ് നിങ്ങൾ ശ്രദ്ധിക്കുക. 1.925 എന്ന് പറയുന്നതാണ് CV/NKക്ക് വരാവുന്ന മാക്സിമം വാല്യൂ. അത് ഏത് ടെമ്പറേച്ചറിലാവുന്നത്? T equal to TC ആകുമ്പോൾ. അപ്പോൾ ഈ മാക്സിമം എന്ന് പറയുന്നത് ഇതിൽ എവിടെയോ 0 മുതൽ കൂടി വരുന്നു, then reaches a maximum, then decreases and finally or asymptotically meets to the line CV/NK is equal to 3/2.
അതാണ് കർവിൻ്റെ നേച്ചർ. ആ മാക്സിമം ആയത് എപ്പോഴാണ്? T=TC എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചറിൻ്റെ സ്ഥലത്താണ് വരുന്നത്. ഓക്കെ, ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വേരിയേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ ഇതിനൊരു എക്സാമ്പിളായിട്ട് നമ്മുടെ ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നതിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത് ലിക്വിഡ് ഹീലിയമാണ്. ലിക്വിഡ് ഹീലിയത്തിൻ്റെ കണ്ടീഷന് ലാംഡയുടെ വേരിയേഷനൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കി. അതൊരു എക്സ്പെരിമെൻ്റൽ ഫാക്റ്റാണ്. ലണ്ടൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റൊക്കെ ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ ഫൈൻഡിങ്സാണ് അത് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ടെക്സ്റ്റ് ജസ്റ്റ് നോക്കാം. ആ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് എ കർവ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കർവ് അതിലുണ്ട്. ടെമ്പറേച്ചറും സിയും, ദാറ്റ് ഈസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പെർ ടെമ്പറേച്ചർ ആയിട്ടുള്ള കണ്ടീഷനാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ആ കർവ് കാണിച്ചിട്ടുണ്ട്, ആ കർവിൻ്റെ വേരിയേഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ദാറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് വേരിയേഷൻ ഓഫ് ബോസ് ഗ്യാസസ്. പിന്നെ അതിനെ ബേസ് ചെയ്ത് ടു ഫ്ലൂയിഡ് മോഡൽ ഓഫ് ലിക്വിഡ് എന്ന് പറയുന്ന ലിക്വിഡ് ഹീലിയത്തിന് ടു ഫ്ലൂയിഡ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലിനെ കുറിച്ച് ജസ്റ്റ് പറയുന്നുണ്ട്. അതൊന്നുമില്ല, പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്. എപ്സിലോൺ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസിനൊക്കെ സൂപ്പർ ഫ്ലൂയിഡ് കമ്പോണൻറ്റ്, ലിക്വിഡിൻ്റെ സൂപ്പർ ഫ്ലൂയിഡ് കമ്പോണൻറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതെന്നും അതർ ദാൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാരെയൊക്കെ നോർമൽ കമ്പോണൻറ്റ് ഓഫ് ലിക്വിഡ് എന്നുള്ള ഇതിലാണ് അറിയപ്പെടുന്നതെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് തെർമോഡൈനാമിക്സ് ഓഫ് ഐഡിയൽ ബോസ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളത്.